പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മൾ പുതുപ്പള്ളിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞൊരു വ്ളോഗിൽ എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് മണർക്കാട് പള്ളിയിലേക്കാണ്. എൻ്റെ കുഞ്ഞുനാളിലെങ്ങാണ്ട് പോയിട്ടുള്ളതാണ് മണർക്കാട് പള്ളിയിൽ. അപ്പം ഈ പുതുപ്പള്ളിക്ക് അടുത്ത് തന്നെ ഏകദേശം ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ മണർക്കാട് പള്ളി ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മണർക്കാട് പള്ളിയും കണ്ട് തിരിച്ച് നമ്മുടെ പരുമല പള്ളിയിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മണർക്കാട് പള്ളിയുടെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഉള്ള വീഡിയോസോ കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വെക്കേഷൻ വന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വീഡിയോസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് മണർക്കാട് പള്ളിയുടെ വിശേഷങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ്. ഇവിടെ കഴിച്ചിട്ടങ്ങ് പോരാതാണ്ട് ബേക്കറി റെസ്റ്റോറൻറ്റ് മന്തി കൊണ്ടുവരാണ്ട് നല്ല റെസ്റ്റോറൻറ്റാ കണ്ടോ. അവിടെ ഇടാം വണ്ടി. നമ്മളിപ്പോൾ മണർക്കാട് എത്തി. മണർക്കാട് എത്തുന്നതിന് മുൻപ് കണ്ട ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഏകദേശം 2:30 മണിയോളമായി. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ മണർക്കാട് പള്ളിയിലേക്ക് പോകും. ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് മണർക്കാട് ജംഗ്ഷനിലെത്തി. നമ്മളിപ്പം മണർക്കാട് ജംഗ്ഷനിലെത്തി. ഇതാണ് മണർക്കാട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. അപ്പോൾ നീ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ചേട്ടാ ഈ മണർക്കാട് പള്ളി ഏതാ? ഇവിടുന്ന് വലത്തോട്ടാ? അടുത്തായി കണ്ടോ ഇതിന്റെ മാതാവിന്റെ കണ്ടോ രൂപം കണ്ടോ? മാതാവിന്റെ ആ സർവീസ് വേണം കേട്ടോ. ചിലപ്പോൾ നോമ്പാണ്. അപ്പുറം സൈഡ് ഏറ്റുമാനൂർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സ്ഥലം ഇതല്ലേ? യാക്കോബ പള്ളിയാ. അതിൽ അനീറ്റയുടെ പള്ളി. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മണർക്കാട് തീർത്ഥാടന പള്ളിയിലാണ്. മണർക്കാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സെൻറ്റ് മേരീസ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. യാക്കോബ സഭയുടെ കീഴിലുള്ള ഒരു പള്ളിയാണിത്. എൻ്റെ ഒരു കുഞ്ഞുനാളിലൊക്കെ ഏകദേശം 4-ോ 5-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഇവിടെ തീർത്ഥാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പരുമലയും മലയാറ്റൂരും മണർക്കാടും ഒക്കെ. അന്ന് യാക്കോബ അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ അത്രയും ഒരു ഭിന്നതയില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് ഞാൻ. അപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ യാക്കോബ പള്ളിയിലേക്ക് തീർത്ഥാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. മണർക്കാട് പള്ളിയുടെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ. ഇത് ഇപ്പോൾ സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് യാക്കോബ പള്ളിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കോട്ടയം ജില്ലയിലെ മണർക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ പുരാതനമായ ഒരു പള്ളിയാണ് മണർക്കാട് സെൻറ്റ് മേരീസ് പള്ളി. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വിശ്വാസികൾ, ജാതി മതഭേദമന്യേ ഒരുപാട് വിശ്വാസികളാണ് ഈ പള്ളിയിലേക്ക് ദിനംപ്രതി കടന്നു വരുന്നത്. ഇതാണ് മണർക്കാട് സെൻറ്റ് മേരീസ് പള്ളി. പല ദേശത്തു നിന്നും പല സഭക്കാരും പല മതക്കാരും പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരു തീർത്ഥാടന പള്ളിയാണിത്. അപ്പോൾ വിശ്വാസത്തിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തെയും പിന്തുടരാം, അതുപോലെ തന്നെ ഏത് മതാചാരപ്രകാരം ജീവിക്കുകയും ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നിട്ടുണ്ട്.
ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് തവണ സന്ദർശിച്ച ഒരു പള്ളിയാണ്. ഒരുപാട് വിശ്വാസമുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല മതത്തിൽപ്പെട്ട അന്യമതസ്ഥരും പല ജാതിയിൽപ്പെട്ട ആൾക്കാരും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ഈ പള്ളി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇത് മണർക്കാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ട് ആണ് ഈ ഒരു സെൻറ്റ് മേരീസ് യാക്കോബ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പം പള്ളിയിൽ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലുള്ളൊരു പള്ളിയാണ്. ഒരുപാട് വിശ്വാസികളാണ് ഈ പള്ളിയിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള നേർച്ചകളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ നേർച്ചകൾ കഴിപ്പിക്കുന്നത്. കുർബാന ഇവിടെയാണ് നമ്മൾ നേർച്ചകൾ കഴിപ്പിക്കുന്നത്. കുർബാനപ്പണം, അടിമപ്പണം, കുർബാനപ്പണം, മെഴുകുതിരി, എണ്ണ, മുത്തുകൂട, ഇതൊക്കെ നമുക്ക് നേർച്ചയായിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട് ഇവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. നമ്മൾ മണർക്കാട് തീർത്ഥാടന പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ പോകുന്നത് പരുമലയിലേക്കാണ്. വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന പള്ളിയാണിത്. എൻ്റെ ഒരു കൊച്ചുനാളിലൊക്കെയാണ് ഞാൻ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. ഏകദേശം 4-5 ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പം ഇപ്പം വലിയൊരു പള്ളിയാക്കിയത്. ഒരുപാട് സന്ദർശകരാണ്, ഒരുപാട് തീർത്ഥാടകരാണ് അല്ലെങ്കിൽ വിശ്വാസികളാണ് ഈ പള്ളിയിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്നത്. ഇപ്പോൾ 15 നോമ്പ് നടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള പന്തലുകളും അവർക്കുള്ള ആഹാരങ്ങൾക്കൊക്കെ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മനോഹരമായ ആ ഒരു തീർത്ഥാടന പള്ളിയുടെ വിശേഷങ്ങളൊക്കെയാണ്, മണർക്കാട് പള്ളിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ ഒരു വ്ളോഗുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് ഭയങ്കര തിരക്ക് മനസ്സിൽ ഒതുങ്ങിയ സ്ഥലത്ത് നിർത്താം. ചായക്കടയുള്ളു.